സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ബാക്കിയുള്ളവനായ വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്. ഇനി എന്താ വേണ്ടത്? നമുക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിന് ഉത്തരം ഓൾറെഡി നമുക്ക് തന്നു. ഈ ട്രെയിലർ ടീസർ നമ്മളിപ്പോ കണ്ടപ്പോ അതിലെ വിനായകൻ എന്ന പേര് എഴുതി കാണിക്കുമ്പോൾ 2 കളറിലാണ് വന്നത്. വി നായകൻ ടീസറിൽ നമ്മൾ കണ്ടു. അത് മമ്മൂക്കയുടെ ഐഡിയ ആയിരുന്നു എന്ന് നമ്മൾ കേട്ടു. അപ്പൊ മമ്മൂക്ക തന്നെ ഓൾറെഡി അതിനുള്ള ഉത്തരം നമുക്ക് തന്നു. പക്ഷെ കൂടുതൽ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്ന മമ്മൂക്ക, ആ കളർ ഡിഫറൻസ് നേരത്തെ പറഞ്ഞതുപോലെ നായകൻ പ്രതിനായകൻ അത് തന്നെയാണോ ഉദ്ദേശിച്ചത്? കളർ ഡിഫറൻസ് വി നായകൻ. ഈ നായകൻ വെച്ചാൽ നായകൻ എന്ന് മാത്രമാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിനായകനാണ് നായകൻ, അപ്പോഴാണ് കീ എടുത്ത് കാണുന്നത്. അങ്ങനെയാണ് നായകൻ. കിട്ടുന്ന ചാൻസിലൊക്കെ എന്നെ പറ്റുള്ളൂ. എൻ്റെ പേര് വെക്കുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. മൂട്ടി അങ്ങനെ പറ്റില്ല. അപ്പൊ അതാണ് അങ്ങനെ വിനായകൻ ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ഞാൻ ഈ പെണ്ണുങ്ങളെ വിളിക്കാതിരുന്നിട്ട് അവരിങ്ങനെ അക്ഷമരായിരിക്കുന്നതെന്നൊരു സംശയമാണ്. നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല മമ്മൂക്ക. ഇപ്പൊ നമ്മുടെ വി നായകൻ എന്ന് പറഞ്ഞതുപോലെ 30 വർഷത്തോളം സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഓരോ കഥാപാത്രത്തിലും അദ്ദേഹത്തിൻ്റെതായ തനത് ശൈലിയിൽ എക്സെൻട്രിക് ആയി അവതരിപ്പിച്ച് നമ്മളെ കൈയടുപ്പിക്കുന്ന അഭിനേതാവ് തന്നെയാണ്. മമ്മൂക്കയുടെ പെർമിഷനോട് കൂടി അല്ല, നായകനെ ലാസ്റ്റ് തന്നെ വിളിക്കുന്നു. ശരി, അവർ സമ്മതിക്കുന്നില്ല. വാ വിനായകൻ. ഒരു മൈക്ക് കൊടുത്തതാ. സംസാരിക്കാൻ അറിയില്ല, അറിയാലോ. ലൈഫിൽ നടക്കുന്ന ചില സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം. ഇനി ഉണ്ടാവില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ, ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നണം. അത്ര ബാക്കിയുള്ളവനായ വിനായകൻ. സന്തോഷം. രണ്ട് വാക്കിലെല്ലാം ഒതുക്കിയല്ലേ? ബാക്കി ഞാൻ പറയാം. ഈ ക്ലാസ്സിൽ കുസൃതി കാണിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടാവും. പക്ഷേ കുസൃതി കാണിക്കുന്നവരോട് നമുക്കൊരു വാത്സല്യം തോന്നും. അങ്ങനത്തെ ഒരു കുസൃതിക്കാരനാണ് വിനായകൻ. വിനായകൻ ഒരുപാട് കുസൃതികൾ കാണിക്കുമെങ്കിലും ഒരു വാത്സല്യം നമുക്ക് എല്ലാവർക്കും ഇയാളുടെ സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് നമ്മളല്ലാതെ കാണുന്ന വിനായകനാണോ എന്ന് തോന്നിപ്പോകും. പക്ഷെ അല്ലാത്ത കാണുന്ന വിനായകനും ഇതിനേക്കാളും നല്ലതാണ്. ശരിക്കും കാണാനില്ല അല്ലേ? ഇനി എന്താ? നായകൻ വന്നു. ഇനി ആരാണ് ബാക്കിയുള്ളത്? നായിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നായികമാർ.